നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് പൗരന്മാർ ഉൾപ്പെടെ വൻതോതിലുള്ള അനധികൃത കുടിയേറ്റ റാക്കറ്റിനെ പിടികൂടി ഡൽഹി പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ നിന്ന് 2 പേർ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തതായും ഡൽഹി പോലീസ് അറിയിച്ചു. ബിലാൽ ഹോസൻ, ഭാര്യ സ്വപ്ന എന്നീ 2 ബംഗ്ലാദേശി പൗരന്മാരെയും 2 ഇന്ത്യൻ പൗരന്മാർ അമിനുർ ഇസ്ലാമിനെയും ആശിഷ് മെഹ്റ എന്നിവരെയുമാണ് ഡൽഹി പോലീസ് പിടികൂടിയതെന്ന് ജോയിന്റ് പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ജെയിൻ പറഞ്ഞു. ബംഗ്ലാദേശി പൗരന്മാരുടെ അനധികൃത കുടിയേറ്റത്തിനും രേഖകൾ കെട്ടിച്ചമച്ചതിനും സഹായിച്ചു എന്നാരോപിച്ചാണ് മറ്റ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് വ്യാജ ആധാർ കാർഡ്, പാൻ കാർഡുകൾ, ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾ, മറ്റ് രേഖകൾ എന്നിവയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള അനധികൃത പ്രവേശനത്തിന് സഹായകമായി വലിയ ശൃംഖലയാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടനിലക്കാരുടെ നേതൃത്വത്തിൽ കുടിയേറ്റക്കാർ ബംഗ്ലാദേശിലെ ദുർഗാപൂരിനും മേഘാലയയിലെ ബഗ്മാരയ്ക്കും ഇടയിലുള്ള വനാതിർത്തിയിലൂടെ കാൽനടയായി ഇന്ത്യയിലേക്ക് കടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. തുടർന്ന് ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്കുള്ള യാത്ര തുടരുന്നതിനായി ഇന്ത്യൻ ഇടനിലക്കാർ അവരെ അസമിലെ കൃഷ്ണായി, ന്യൂ ബോംഗൈഗാവ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോകുമെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം ഒരു ആധാർ കാർഡിന് 4000 മുതൽ 5000 രൂപ വരെ ഇടനിലക്കാർ ഈടാക്കുന്നതായി പിടിയിലായവർ സമ്മതിച്ചു. പിടിയിലായ ബിലാൽ ഹൊസൻ 2022 മേഘാലയ അസം അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്ന് ഭാര്യയ്ക്കൊപ്പം ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയതായി പോലീസ് പറഞ്ഞു. ഇയാൾ ഗുരുഗ്രാമിൽ കോസ്മെറ്റിക് ഷോറൂമും ബ്യൂട്ടി പാർലറും നടത്തിയിരുന്നു. ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടി ഇയാൾ വ്യാജ ആധാർ കാർഡും പാൻ കാർഡും സമ്പാദിച്ചെന്നാണ് ആരോപണം. ഇയാളുടെ 23-കാരിയായ ഭാര്യ മുൻപ് ബംഗ്ലാദേശിൽ ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അതേസമയം ഡിസംബറിൽ സദേൺ റേഞ്ച് പോലീസ് 12 ബംഗ്ലാദേശി വ്യക്തികളെ അറസ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 28-ന് അർജൻഗഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് 7 ബംഗ്ലാദേശി പൗരന്മാരെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴി നാടുകടത്തപ്പെട്ടു. ബംഗ്ലാദേശികൾക്ക് പുറമെ കഴിഞ്ഞ വർഷം അനധികൃതമായി രാജ്യത്ത് കഴിഞ്ഞിരുന്ന 31 ആഫ്രിക്കൻ പൗരന്മാരെയും നാടുകടത്തിയതായി പോലീസ് കൂട്ടിച്ചേർത്തു. അതിനിടെ കഴിഞ്ഞ 4 വർഷമായി രാജ്യ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശിനിയെ കപഷേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെ പിടികൂടി നാടുകടത്തി. ബംഗ്ലാദേശിലെ രാജ്ഷാഹിയിലെ ശങ്കർപൂർ സ്വദേശിനിയായ ലവ്ലി ഖാത്തൂൺ ഇസ്ലാം എന്ന അനധികൃത കുടിയേറ്റക്കാരിയാണ് പിടികൂടി ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചത്. കപഷേര പ്രദേശത്തെ അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ യുവതി കൈവശം വെച്ചതായി പോലീസ് കണ്ടെത്തിയത്. കൂടാതെ വസന്ത് കുഞ്ച് സൗത്ത് പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്നാണ് ബംഗ്ലാദേശിലെ ധാക്കയിലെ ഡ്രമ ഗ്രാമത്തിൽ MD ബബ്ലു എന്ന അനധികൃത കുടിയേറ്റക്കാരനെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയത്. വെരിഫിക്കേഷൻ ഡ്രൈവിനിടെ ഏകദേശം 200 കുടുംബങ്ങളെ പരിശോധിക്കുകയും അവരുടെ രേഖകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. കുടിയേറ്റക്കാർ ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്നതിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്ക് മറുപടിയാണ് ഡ്രൈവ് ആരംഭിച്ചത്. സാധുവായ ഇന്ത്യൻ രേഖകളില്ലാതെ താമസിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാനും തടങ്കലിലാക്കാനും തിരിച്ചയക്കാനുമുള്ള ശ്രമങ്ങൾ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. സമഗ്രമായ തെരച്ചിൽ നടത്താനും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ രഹസ്യാന്വേഷണം ശേഖരിക്കാനും ഒരു സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള 25-ലധികം അനധികൃത കുടിയേറ്റക്കാരെ ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ അവരുടെ രാജ്യത്തേക്ക് നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചതായും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.